പോപ്പ് ജോൺ ബോണ്ടിനെ കുറിച്ച് നിങ്ങളത് വായിച്ചു കേട്ടിട്ടുണ്ടാകും. ഈ മനുഷ്യൻ ഏതിടത്ത് ചെല്ലുമ്പോഴും ആദ്യം ചെയ്യുന്നൊരു കാര്യം നിലത്ത് കടന്നിങ്ങനെ മണ്ണിനെ ചുംബിക്കുക എന്നുള്ളതാണ്. പ്രപഞ്ചത്തെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അതിൽ തന്നെ നിങ്ങളുടെ ദൈവിക സ്വഭാവത്തിൻ്റെയോ ദൈവിക ഉത്തരവാദിത്തിൻ്റെയോ ഒക്കെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിയുന്ന ദിവസം വരും. സൗമ്യമായിട്ട് നടക്കുക, ഒരു തരത്തിലും ഒന്നിനു മീതെയും ഒരു സമ്മർദ്ദം കൊടുക്കാതെ ജീവിക്കുക. ബിലീവ് ഇൻ പ്രസൻസ് ആൻഡ് നോട്ട് ഇൻ പ്രഷർ. ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. നിന്റെ ഉടുപ്പിലെ ചെള്ള് കാണിച്ച, എന്നിട്ട് ഞാൻ നിന്നെ വിശ്വസിക്കാൻ അർത്ഥം വരുന്ന ഒരു ജാപ്പാനീസ് ഹൈക്കുണ്ട്. യാത്രകളിലൂടെയാണ് ഈ ഉടുപ്പിൽ ചെല്ലൊക്കെ രൂപപ്പെടുന്നത്. നിരന്തരമായ യാത്രകൾ ഒരാളുടെ വാക്കിന് കൊടുക്കുന്ന ആഴവും ശുദ്ധിയുമൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് എല്ലാ ദേശങ്ങളിലും എല്ലാ കാലങ്ങളിലും മനുഷ്യർ ബോധവാന്മാരായിരുന്നു. യാത്രകളോളം നല്ല പാഠപുസ്തകങ്ങളില്ല. യഹൂദർക്കിടയിൽ ഈ വ്യാജപ്രവാചനെ കുറിച്ചുള്ള സങ്കല്പം പോലെ അത് തന്നെയാണ്. യേശു പറയുന്ന ഒരു ഫോൾസ് പ്രോഫറ്റ് എന്നൊക്കെ പറയുന്ന സങ്കല്പമുണ്ട്. എന്താണ് ഈ വ്യാജപ്രവാചകന്മാരുടെ ഒരു ലക്ഷണം? അവർ യാത്രകളോട് കാര്യമായിട്ട് മതിപ്പില്ലാത്തവരാണ്. ഏതെങ്കിലും ഒരിടത്തിൽ സ്വീകരിക്കപ്പെടുമ്പോൾ ആ ദേശം വെച്ച് നീട്ടുന്ന എല്ലാ മുൻഗണനകളും ആനുകൂല്യങ്ങളും സ്വീകരിച്ച് അവിടെ തന്നെ കൂടാരം മേടിച്ച് ശിഷ്ടകാലം കഴിയുക എന്നുള്ള അവരുടെ രീതി. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു എന്ന് പറയുന്ന വാക്കുകൾക്ക് ഇത്രയും മുഴക്കം. ചുറ്റി സഞ്ചരിച്ചു എന്ന് പറയുന്ന ഒരു വരിയാണ് നമ്മൾ അടിവരായിട്ട് വായിക്കേണ്ടത്. യാത്ര ഓരോരുത്തരെയും കുറെ കൂടി ഭംഗിയുള്ള മനുഷ്യരാക്കും. തുടങ്ങിയിടത്തല്ല ഒരു യാത്രയെ നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കഥ കണക്ക് പാവയുടെ ഒരു കഥയൊക്കെ നമ്മൾ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സഞ്ചാരത്തിന് പോയ പാവ മടങ്ങി വരുന്നത് കൂടുതൽ മെച്ചപ്പെട്ട പാവയായിട്ട് വരുന്നു പറയുന്ന ഒന്ന് കണക്കായി. യാത്രകൾ ഉണ്ടാക്കുന്ന വലിയ വ്യതിയാനങ്ങളുണ്ട്, രൂപാന്തരീകരണങ്ങളുണ്ട്. അകത്തും പുറത്തുമുള്ള എല്ലാത്തരം യാത്രകൾക്കും ഒരുപക്ഷെ സൂചനകൾ കൊടുക്കുന്ന മാർഗരേഖയായി മാറാവുന്ന കരുതുന്നൊരു ഭാഗം മാത്യു 10. അതിന്റെ സമാന്തര ഭാഗം വരുന്നത്, സമാന്തര സുവിശേഷം വരുന്നത് ലൂക്ക 10. അപ്പം അതിനകത്ത് ഒരു കൃത്യമായൊരു നിർദ്ദേശം ഇങ്ങനെയാണ്: യാത്രയ്ക്ക് പോകുമ്പോൾ ചെരുപ്പ് എടുക്കേണ്ടെന്നുള്ളതാണ്. ലൂക്കായിൽ എടുക്കാനും പറയുന്നുണ്ട്. യേശു മിക്കവാറും ചെരുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവണം. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നൊക്കെ യോഹന്നാൻ പറയുമ്പോൾ അതിന് ലോക്കലായ അർത്ഥം കൂടി ഉണ്ടാവും. നമുക്ക് അതിനകത്തു നിന്നുള്ള ഒരു സിംബോളിക് ആയിട്ടുള്ള പ്രതീകാത്മകമായ ഒരു ടേക്ക് അവേ എന്താണെന്ന് വെറുതെ നോർത്തെടുത്താൽ നല്ല. മോശയോടാണ് ഈ ചെരുപ്പ് ഒഴിവാക്കാനായിട്ട് പറയുന്നത്. അതിനകത്ത് നീ നിൽക്കുന്നിടം ശുദ്ധമാണെന്നൊക്കെയുള്ള ടെക്സ്റ്റുകൾ നമുക്ക് പരിചയമാണ്. ദേവാലയങ്ങളിലൊക്കെ ചെരുപ്പ് ഉപയോഗിക്കരുതെന്ന് പറയുന്ന ഒരു കാരണമായിട്ടും അത്തരം ഇടങ്ങളിലുമൊക്കെ ആ ഒരു തിരുവചനം നമ്മളിങ്ങനെ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. നിൽക്കുന്നിടം ശുദ്ധമാണ്, ചെരുപ്പ് അഴിച്ചു മാറ്റുക. പക്ഷെ അതിനേക്കാൾ ആഴമായിട്ടുള്ളൊരു എക്സൈറ്റിക്കൽ മീനിങ് അതിനകത്തുണ്ട്. കാരണം അടിമവംശത്തിൽപ്പെട്ട ഒരാളാണ് മോശ. നമുക്കറിയാം, അലകളിലേക്ക് ഒഴുക്കി വിട്ട, അലകളിൽ നിന്ന് എടുക്കപ്പെട്ട അർത്ഥത്തിലാണ് അയാൾക്ക് മോശ എന്ന് പേര് വരുന്നത്. അയാൾ എടുത്ത് വളർത്തുന്ന രാജകുടുംബം. അടിമകൾക്ക് ചെരുപ്പ് ധരിക്കാൻ പാടില്ലായിരുന്നു. വിശേഷ ഇഷ്ടിയ കളങ്ങളിലെ അടിമകൾ, അവർക്കൊരിക്കലും അവരുടെ ജീവിതത്തിൽ അവർ ചെരുപ്പ് ധരിച്ചിട്ടില്ല. പക്ഷെ തന്നെ എടുത്തു വളർത്തിയ ആ കൊട്ടാരത്തിന്റെ ഒക്കെ ഒരു മെച്ചപ്പെട്ട സാഹചര്യത്തിൽ വളരെ ചെറുപ്പം തൊട്ട് തന്നെ വളരെ വിലപിടിപ്പുള്ള പാതകങ്ങളുമായിട്ട് മോശ പരിചയത്തിലായിട്ടുണ്ടാകും. ഇപ്പോൾ അയാൾക്ക് അയാളുടെ വംശത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള നേരമായി. ആ വംശത്തിന്റെ രക്ഷകനായിട്ട് മാറേണ്ട ഒരാളാണ്. ഏതൊരു വംശത്തിന്റെയും രക്ഷകനായിട്ട് മാറേണ്ട ഒരു വ്യക്തി അയാളെയും ആ വംശത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ചില ഘടകങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. ഇപ്പൊ അയാൾക്ക് മനസ്സിലായി തന്റെ കാൽ കിടക്കുന്ന ഈ പാദരക്ഷകള് വലിയൊരു തടസ്സമാണ്. അപ്പൊ ഈ പാദരക്ഷകള് ഒഴിവാക്കുന്ന വഴിയായിട്ട് അയാള് താൻ വിട്ടിട്ട് പോകുന്ന അതേ വംശത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. മനുഷ്യര് ഒഴിവാക്കേണ്ട ചില പാദരക്ഷകളൊക്കെ ഏതൊരിടത്തും ഡിസ്കസ് ചെയ്യപ്പെട്ട വിഷയമാണ്. സാധാരണ മനുഷ്യരിൽ നിന്ന് നമ്മൾ അകറ്റുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും നമുക്കറിയാം, സഭയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പതുക്കെ പതുക്കെ അതിങ്ങനെ ദരിദ്രരിൽ നിന്ന് അകന്നു പോകുന്നു പറയുന്ന ഒരു ആരോപണമുണ്ട്. സാധാരണ മനുഷ്യരിൽ നിന്നും ഈ സഭയെ വേർതിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വാസ്തവത്തിൽ അതിന്റെ ആനിമേഷന് നിശ്ചയിക്കപ്പെട്ട മനുഷ്യരൊക്കെ ഒരു വീണ്ടും വിചാരത്തിന് വിധേയപ്പെടുത്തുന്ന വൈകുന്നേരം കൂടിയാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസനെ കുറിച്ച് പറയുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ ബ്രാഹ്മണിക് ഒരു കൾച്ചർ എന്നുള്ള ഈ മനുഷ്യൻ തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദരവ് കൊടുക്കുന്ന പൂണൂലിങ്ങനെ പൊട്ടിച്ച് കളയുക. എന്തുകൊണ്ടാണ് ഈ പൂണൂല് പൊട്ടിച്ച് കളയുമ്പോൾ അത് റിബലിയസ് ആക്ട് ആയിട്ടല്ല ഈ മനുഷ്യൻ പറയുന്നത്. ഈ പൂണൂൽ എന്ന് പറയുന്നൊരു ഘടകം എന്നെ കുറച്ചു പേരുടെ മാത്രം പ്രതീതിയാക്കി മാറ്റുന്നു, ഞാൻ എല്ലാവർക്കും വേണ്ടിയുള്ള.
ഇപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് സാധാരണ മനുഷ്യരിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുന്ന, അകറ്റി നിർത്തുന്ന ചില ഘടകങ്ങളെ കണ്ടെത്താനുള്ള സൂചനയായിട്ട് മോശയോട് പറഞ്ഞ് പാദരക്ഷ അഴിച്ചു മാറ്റാന്ന് പറഞ്ഞ സൂചന എടുത്താന്നല്ല. ഒരു 3 പ്രധാനപ്പെട്ട ഒരു വിചാരങ്ങൾ ഈ പാദരക്ഷയില്ലാത്ത സഞ്ചാരത്തിനകത്തുണ്ട്. ഒന്നിങ്ങനെ വോക്ക് സ്ലോലി എന്ന് പറഞ്ഞൊരു സംഭവം. വളരെയേറെ ആ തിടുക്കത്തിൽ നമ്മൾ എത്തിപ്പോന്നിരിക്കുന്ന ഒരു കാലമാണ് ഇത്. നമ്മുടെ ശരീരഭാഷയിലൊക്കെ ഈ തിടുക്കമുണ്ട്. ഒരു വൈദ്യനെ കുറിച്ച് പോപ്പ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിലായിരുന്നപ്പോഴാണ്. അപ്പൊ ലാറ്റിൻ അമേരിക്ക ആയിരിക്കുമ്പോൾ ഇത്തിരി ഒരു ക്രാങ്കെന്ന് തോന്നിക്കാവുന്ന, വളരെ വീടെന്നൊക്കെ തോന്നിക്കാവുന്ന ചില രീതികളുള്ള ഒരു വൃദ്ധവൈദ്യനുണ്ട്. അല്ലെങ്കിൽ എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞതിന് ശേഷം ആ പള്ളിയുടെ പോർട്ടിക്കോയിൽ ഇങ്ങനെ, അവിടെ ഫുട്ബോളൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്, ഇങ്ങനെ കീറിപ്പോയ ഫുട്ബോളൊക്കെ ഇങ്ങനെ തുന്നി ഇരിക്കും. പിന്നെ കൂടാതെ അരികിലായിട്ട് ഒരു ഡിക്ഷണറി ഉണ്ട്. അത് ചൈനീസ് ഡിക്ഷണറി എന്ന് പറഞ്ഞത്. അയാൾ പുതിയ ഭാഷ പഠിക്കുക. ഇത് വളരെ സ്ട്രേഞ്ച് ആയിട്ട് ഇദ്ദേഹത്തിന് തോന്നി. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താ ഇത്തരം ചില കാര്യങ്ങളിലൊക്കെ സൂചന? അപ്പോൾ ഈ വൃദ്ധവൈദികൻ അതിന്റെ കാരണം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇരിക്കുന്ന രീതിക്കകത്ത് എനിക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ലെന്നും തിടുക്കമില്ലെന്നും എനിക്ക് ആവശ്യമുള്ള സമയമുണ്ടെന്നും തോന്നിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഈ പറഞ്ഞ കണക്ക് ഫുട്ബോൾ തുന്നാനും ചൈനീസ് ഡിക്ഷണറി പഠിക്കണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായ സമയം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് സമയമുള്ള ഒരാൾ, തിടുക്കമില്ലാത്ത ഒരാളെന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ എന്നെ കൊണ്ട് ആവശ്യമുള്ള മനുഷ്യർക്ക് അതൊരു സ്വാഗതമായിട്ട് മാറുകയാണ്. നമ്മുടെ ചുറ്റിനും സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇങ്ങനെ വളരെയേറെ തിടുക്കുക. എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞ കണക്കാണ്. ഇങ്ങനെ അയാൾ അമ്മയ്ക്ക് കുഴമ്പ് വാങ്ങേണ്ടത് അയാളാണ്. പക്ഷെ അടുത്ത കാലത്തായിട്ടൊന്നും കുഴമ്പ് വാങ്ങിയിട്ടില്ലെന്ന് പെട്ടെന്ന് ഒരു ദിവസം ഇയാൾ ഓർത്തെടുക്കുകയാണ്. അപ്പൊ അയാൾ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, അമ്മ കുഴമ്പ് തീർന്നോ? പറഞ്ഞ പോലെ ഏതാനും മാസങ്ങളായി, 1000 പണിയാണ് അമ്മ, ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. അതിനിടയിൽ അമ്മയ്ക്ക് ഈ കുഴമ്പ് തീർന്ന കാര്യമൊക്കെ എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: അമ്മനെ നിന്റെ വേഗം കാണുമ്പോൾ എനിക്ക് ചോദിക്കാനായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ മനുഷ്യരെ അകറ്റി നിർത്തുന്ന എന്തോ ഒന്ന് നമ്മുടെ ഈ തിടുക്കങ്ങളിലുണ്ട്. കുറച്ചുകൂടി ഒരു മെല്ലെയുള്ളൊരു സഞ്ചാരം സാധ്യമാണ്. ഇപ്പൊ ബുദ്ധയെ കുറിച്ചൊക്കെ പറയുന്ന ഒരു സൂചന കണക്കാത്. ബുദ്ധ ഇങ്ങനെ ബോധുഷ ചോട്ടിലിരുന്നു കൊണ്ട് എന്തോ ഒരു മന്ത്രം ഉരുവിട്ടിട്ടുണ്ടാവും. പാലിഭാഷയിലായതുകൊണ്ട് അത് മൃതഭാഷയാണ്. കാര്യമായിട്ട് നമുക്കിനിയും പലതിന്റെ അർത്ഥമൊന്നും പിടുത്തം കിട്ടാത്ത വിധത്തിൽ അത് അത്ര നിത്യോപയോഗത്തിലുള്ള ഭാഷയല്ല. അതുകൊണ്ട് തന്നെ ബുദ്ധ പറഞ്ഞ മന്ത്രത്തെ കുറിച്ച് അവർക്കിടയിൽ പല വാദങ്ങളുണ്ട്. അതിലൊരു വാദം പറയുന്നത്, ബുദ്ധ പറഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ കാര്യം മാത്രമാണ്: മെല്ലെ മെല്ലെ മെല്ലെ, സ്ലോ സ്ലോ സ്ലോ. എന്തിങ്ങനെ മെല്ലെ ആക്കാനുള്ള ഒരു പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ശ്വാസനിശ്വാസങ്ങളുടെ ധ്യാനമൊക്കെ ഉണ്ട്. ഏറ്റവും പതുക്കെയും ഏറ്റവും അഗാധവും ഏറ്റവും ബോധപൂർവമുള്ള ശ്വാസം. കാരണം ശ്വാസം ഒരിക്കലും നമ്മൾ ഒരു ആസ്മാറ്റിക് ആകുമ്പോളം, അല്ലെങ്കിൽ ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നിടത്തോളം കാലം ശ്വാസത്തിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അത്രയും സാധാരണയും സ്വാഭാവികമായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഒരിക്കലും അപ്രിഷിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന് മെല്ലെ ഒന്ന് കണ്ടെത്തുന്ന അനുസരിച്ചിട്ട് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യാന്നൊക്കെ എൻ്റെ അർത്ഥമുണ്ട്. ഒരു പാത്രം ജലം കുടിക്കുമ്പോൾ പോലും മെല്ലെ കുടിക്കാനുള്ള സൂചനയത്. പണ്ടിങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ യുറീക്ക ക്ലബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ശാസ്ത്രായുക്ത പരിഷത്തിന്റെ ഒക്കെ ആനിമേഷൻ നടക്കുന്ന കുട്ടികളുടെ ശാസ്ത്രബോധത്തിന് വേണ്ടിയുള്ള ചില ഒത്തുചേരലുണ്ടായിരുന്നു. അപ്പൊ അവരാദ്യമായിട്ടൊക്കെ നമ്മളിങ്ങനെ വനത്തിൽ കൊണ്ടുപോകുമ്പോഴേക്കും അവിടെ ഇങ്ങനെ വെള്ളവും ഒത്തിരി കാട്ട് നെല്ലിക്ക ഉള്ള സ്ഥലമാണ്. അപ്പൊ അവര് പഠിപ്പിച്ചൊരു രീതി, ഒരു 4-5 കാട്ട് നെല്ലിക്ക മതി എന്നാ പറയുന്നത്. ഒരു കൈക്കുമ്പിൾ വെള്ളവും മതി. അത് ഏറ്റവും പതുക്കെ കുടിച്ച് ഈ 4 ചെറിയ കാട്ടുനെല്ലിക്ക എന്ന് പറയുമ്പോൾ സാധാരണ നെല്ലിക്ക വളരെ ചെറുതാണ്. ഈ 4 നെല്ലിക്ക പതുക്കെ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വിശപ്പ് മാറുന്ന പറയുന്നത്. അത് നമുക്കൊന്നും അതിന്റെ ഒന്നും പൊരുൾ മനസ്സിലായിട്ടില്ല. എല്ലാത്തിനകത്തും എടുക്കാവുന്ന ഒരു സൂചനയാണ് ഇങ്ങനെ കുറെ കൂടി മെല്ലെയാവുക. ഇപ്പൊ ബോഡി ഇന്റിമസി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ പുരുഷന്മാർക്ക് ഇനിയും പിടുത്തം കിട്ടാതെ പോകുന്ന ഒരു കാര്യം അതാണ്. അതൊരു ക്വിക്ക് ആക്ട് ആയിട്ടാണ് പലപ്പോഴും നമ്മുടെ കാലത്തെ ചെറുപ്പക്കാരോ പുരുഷന്മാരോ ഒക്കെ പലപ്പോഴും വിചാരിക്കുന്നത്. അതൊരു ആക്ട് പോലും അല്ല, ഒരു മെല്ലെ ഉള്ളൊരു സഞ്ചാരമാണ്. ഒരാൾ അയാളുടെ പങ്കാളിയായിട്ട്, അയാളുടെ സഖിയായിട്ട്, അയാളുടെ സുഹൃത്തുമായിട്ടൊക്കെ ഉള്ള ഇങ്ങനെ മെല്ലെ ഉള്ള സഞ്ചാരത്തിന്റെ ഒരു അംശം മാത്രമാണ് നമ്മൾ ഈ കാലാകാലങ്ങളായിട്ട് ഈ സെക്സ് എന്ന് പറയുന്ന ആക്ട്. അപ്പോൾ എന്തിനകത്തും ഒരു മെല്ലെ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ മെല്ലെ തരുന്ന ഒരു വ്യത്യാസമുണ്ട്. യേശു വളരെ പതുക്കെ നടന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ ഗണിക്കുന്നത്. അതുകൊണ്ടാണ് ഒരാളെപ്പോലും യേശു മിണ്ടാതെയും അഭിമുഖീകരിക്കാതെയും അഭിസംബോധന ചെയ്യാതെയും കടന്നു പോയിട്ടില്ല. എത്രയോ മണിക്കൂറുകളൊക്കെയാണ് അവനിങ്ങനെ മനുഷ്യ കേട്ടുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിനായിട്ട് ബൈബിളിലെ ഏറ്റവും
ദീർഘമായൊരു സ്വകാര്യ സംഭാഷണം കണത്തിന്മക്കൾ യേശു നടത്തിയ സംഭാഷണമായിട്ടാണ് കരുതുന്നത്. ഒരു ദേശത്തുനിന്ന് മറ്റൊരു ദേശത്ത് പോയി ശിഷ്യന്മാര് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരുന്ന ഇടവേളയിൽ അവനിങ്ങനെ ആ സമരായില് സ്ത്രീയുമായിട്ട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഒരു ദേശവും മറ്റൊരു ദേശവും തമ്മിലുള്ള മിഡിൽ ഈസ്റ്റിലെ വ്യത്യാസമൊക്കെ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് നിങ്ങളുടെ ഫോണിലൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ മണിക്കൂറുകളോളം കേട്ടുകൊണ്ടേയിരുന്നു. വയൽപ്പൂക്കളെ നോക്കിയിരുന്നു. എത്ര പേര് ഈ വഴിയിലൂടെ കടന്നു പോയവരാ? ആർക്കെങ്കിലും ഈ വയൽപ്പൂക്കളെ നോക്കി നിൽക്കാനായിട്ടുള്ള നേരമോ ധ്യാനമോ ഉണ്ടായിരുന്നുണ്ടോ? അവനാവട്ടെ വയൽപ്പൂക്കളെ നോക്കിയിട്ട് ഇന്ന് വിരിഞ്ഞ് പ്രഭാതത്തിൽ വിരിഞ്ഞ് അന്തിയിൽ കൊഴിഞ്ഞ് നാളെ അടുപ്പിൽ വെക്കുന്ന ഈ വയൽപ്പൂക്കളെ സോളമനേക്കാൾ ഭംഗിയായിട്ട് അലങ്കരിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ കവിത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മലയാളത്തില് ONVK അത് കൃത്യമായിട്ട് ഹാൻഡ് പിക്ക് ചെയ്തിട്ടുണ്ട് ആ വാക്ക് ബൈബിളിൽ നിന്നൊക്കെ. ഈ വയൽപ്പൂക്കൾ പോൽ നാം കൊഴിഞ്ഞാൽ എന്നൊക്കെ ഒരു പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ കുറച്ചുകൂടി മെല്ലെ ഉള്ള സഞ്ചാരം സാധ്യമാണ്. ഈ അമിത വേഗങ്ങൾക്കിടയിൽ മനുഷ്യർക്ക് നമ്മളെ കുറുകെ കടക്കാനുള്ള നമ്മൾ നേരം നമ്മൾ കൊടുക്കുന്നില്ല. പണ്ടിങ്ങനെ ഒരു 6 വരിപ്പാത കുറുകെ കടക്കാനായിട്ട് നിൽക്കുന്ന ഒരു സന്യാസിയുടെ കഥ കണക്കാൻ. വയോധികനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അയാൾക്കത് കുറുകെ കടക്കാൻ എളുപ്പമായിരുന്നില്ല. ഒരു വളരെ ചെറുപ്പക്കാരനായ ഒരു എമ്പതിയുള്ള ഒരു പോലീസ് ഓഫീസർ ഇയാളുടെ കൈക്ക് പിടിച്ച് ഇയാളെ മറുകര കടത്തി. തിരിച്ച് കൈവിട്ട് പോരാൻ നോക്കുമ്പോൾ ഈ വയോധികൻ ഈ ചെറുപ്പക്കാരന്റെ കൈക്ക് ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ കാര്യം പോട്ടെ, മുടന്തനായൊരു കുട്ടി നിങ്ങളുടെ ഈ പറഞ്ഞ 6 വരിയോ 8 വരി പാതയോ എങ്ങനെ കുറുകെ കിടക്കും? അപ്പോൾ അമിത വേഗങ്ങൾക്കിടയിൽ നമ്മൾ തീരെ കാണാതെ പോകുന്ന മനുഷ്യരുണ്ട്. അത് വളരെ പൊളിറ്റിക്കലായ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. നമ്മുടെ ഈ വികസനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഈ അമിത വേഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൊച്ചിയെ കുറിച്ച് എടുക്കുക. കൊച്ചി എന്ന് പറയുമ്പോൾ കൊച്ചിയുടെ വികസനമായിട്ട് എല്ലാവരും പറയുന്ന മെട്രോയാണ്. തർക്കമില്ല, മെട്രോ ഉപയോഗപ്പെടുത്തുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷെ പ്രശ്നം വെച്ചെന്നാൽ ഇത് മാത്രമല്ല കൊച്ചി എന്ന് പറയുന്നത്. മെട്രോയുടെ താഴെയായിട്ട് ഇങ്ങനെ പില്ലറുണ്ട്. ഇപ്പോൾ മിക്കവാറും കടകളൊക്കെ നമ്മൾ ട്രേസ് ചെയ്യുന്നത് ഏത് പില്ലറാന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ആ പില്ലറിന് താഴെയായിട്ടിരിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. ഈ മഴക്കാലത്തും ഇങ്ങനെ കൂനിപ്പിടിച്ച് അവരിരിപ്പുണ്ട്. അപ്പോൾ അവരിലേക്ക് ശ്രദ്ധിക്കാതെ അവരുടെ തലയ്ക്ക് മീതിയോ അവർക്ക് സമാന്തരമായിട്ട് ഒഴുകുന്ന ഒരു കാര്യമായിട്ടൊക്കെ മനുഷ്യ വികസനത്തെ കണക്കാക്കി കഴിഞ്ഞാൽ അത് യേശു ഒക്കെ പറയുന്ന കണക്ക് ഈ നുണകളുടെ അച്ഛൻ നമ്മളെ അങ്ങനെ വിചാരിച്ച് പഠിപ്പിക്കുന്ന. യേശു സാത്താനെ കുറിച്ച് പറഞ്ഞ വാക്കാവും നുണകളുടെ അച്ഛനാണ്. അപ്പൊ അത്തരം നുണകളൊക്കെ സംഭവിക്കുമ്പോൾ ഈ മെല്ലെ നടക്കുക എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ നിന്ന് എല്ലാവരും പതുക്കെ ഇങ്ങനെ വഴുതി മാറുകയാണ്. ഞാൻ വിചാരിക്കുന്നു ഈ പബ്ലിക് കൺവെൻസ് ഉപയോഗപ്പെടുത്താന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഒരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് എടുക്കേണ്ടതുണ്ട്. കാരണം നഗരത്തിലേക്ക് വരുന്ന പുരുഷന്മാരോ ചെറുപ്പക്കാരോ ഇങ്ങനെ അവരുടെ വാഹനമായിട്ട് തന്നെയാണ് വരുന്നത്. അതിനിടയിൽ ആരെയും കാണാനോ കേൾക്കാനോ ഉള്ള നേരമില്ല. അതുണ്ടാക്കുന്ന നഗരത്തിലെ ഗതാഗതക്കുരുക്കുകളുണ്ട്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് തോന്നിയാൽ പോലും ഇതൊക്കെ വാസ്തവത്തിൽ ഒഴിവാക്കാവുന്ന ഒരു കാര്യമുണ്ട്. അത്രയും നല്ല പബ്ലിക് കൺവെൻസിലോട്ടൊക്കെയാണ് പൊതു യാത്രകളിലോട്ടൊക്കെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തിനകത്തും ഒരു വേഗത ഇത്തിരി കുറക്കുക എന്ന് പറഞ്ഞൊരു ഘടകം സത്യം പറഞ്ഞാൽ അനുദിന ജീവിതത്തിന്റെ ഒരു സുവിശേഷം തന്നെയാണ്. രണ്ടാമതായിട്ട് ഇങ്ങനെ വാക്ക് ജെന്റ്ലി, ഒരു സമ്മർദ്ദം കൊടുക്കാതെ നടക്കുക. നമ്മളിവിടെ ഉണ്ടായിരുന്നുള്ളതിന്റെ തെളിവ് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമ്മർദ്ദമാണെന്നൊക്കെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരു മനോഹരമായ ഒരു കവിത കണക്ക് ഇവിടെ ഉണ്ടായിരുന്ന തെളിവായിട്ട് ഈ കൊഴിഞ്ഞു കിടക്കുന്ന ഒരു തൂവല് മാത്രം മതി, ഒരിക്കല് കൊടുത്തൊരു ചൂട് മാത്രം മതി. ഇത്രയും അസേർട്ടീവ് ആകാനായിട്ട് പറ്റില്ല. പലരും ഇവിടെ ഉണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ യേശുവിനെ കുറിച്ച് വേദപുസ്തകം പറഞ്ഞൊരു വാക്കില്ലേ, അവൻ വളഞ്ഞ അങ്ങനെ ഒടിച്ചിട്ടില്ല, പുകയുന്ന തെരി കെടുത്തിയിട്ടില്ല, അവൻ തെരുവീതിയിൽ നിന്ന് നിലവിളിച്ചിട്ടില്ല. കിടിനോ ഷൗട്ട് എന്നാ ഉറക്കെ യേശു സംസാരിച്ചിട്ട് പോലില്ല എന്നാ പറയുന്നത്. അടുത്ത ദിവസവും ചില വ്യക്തിബന്ധങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്തിനാണ് ദേഷ്യപ്പെടുന്നുള്ള. എങ്ങനെയാണ് ഒരാൾക്ക് ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്? ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലാകുന്ന അയാളുടെ പിച്ച് ഉയരുമ്പോഴാണ്, വോയിസിന്റെ പിച്ച് ഉയരുമ്പോഴാണ്. ഈ വോയിസിന്റെ പിച്ച് ഉയരുന്നതിനെ കുറിച്ച് വല്ലാതെ ഭയപ്പെടുന്ന ഒരു സ്നേഹിതയോ സ്നേഹിതനോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിലോ അസല അവർ തന്നെ എല്ലായിടത്തും. വിശേഷം സ്ത്രീകളെയൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാക്കുന്നത് ഈ ഉറക്കമുള്ള സംഭാഷണം. കാരണം ഉറക്കമുള്ള സംഭാഷണങ്ങളൊക്കെ വഴക്കായിട്ട് തന്നെ അവർ പരിഗണിക്കുന്നത്. അല്ലെങ്കിൽ അതങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഇത്ര തർക്കം? എന്തുകൊണ്ടാണ് മനുഷ്യൻ ഉറക്കം സംസാരിക്കുന്നത്? ഉറക്കം സംസാരിക്കുന്ന ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഇനി ഉറക്കം പറഞ്ഞില്ലെങ്കിൽ കേൾക്കാൻ ആകാത്ത വിധത്തിൽ നമ്മൾ അകന്നു പോയെന്നുള്ളത്. അപ്പൊ ആ ഭാഷക്കകത്തതുണ്ട്. നമ്മുടെ സുവിശേഷ പന്തലുകളിലും ഒക്കെ വാസ്തവത്തിനൊരു വീണ്ടും വിചാരത്തിന് നമ്മുടെ ഈ ശബ്ദത്തിന്റെ ഒക്കെ ഒരു ഫ്രീക്വൻസി ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. നമുക്കിങ്ങനെ സമാധാനത്തിൽ കേൾക്കാൻ പറ്റുന്ന ആ ശബ്ദത്തിനൊക്കെ ഒരു കൃത്യമായ ഒരു അളവുണ്ട്. അതിനപ്പുറമുള്ള എല്ലാ ശബ്ദത്തിനെതിരായിട്ടും മനസ്സും ഹൃദയവും ബുദ്ധിയും ഒക്കെ നമ്മൾ കൊട്ടിയടക്കും. അവൻ ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടുണ്ടെന്നാണ് വേദപുസ്തകം പറയുന്നേ. അപ്പോൾ രണ്ടാമത്തത് വർക്ക് ജെന്റ്ലി, ഒന്നിനും ഒരു സമ്മർദ്ദം കൊടുക്കാതെ ജീവിക്കുക. മുമ്പൊരിക്കലും പറഞ്ഞിട്ടുള്ളൊരു കവിത തന്നെയാണ്,
ഒരു ഗുരുവിനെ കുറിച്ച് അവന്റെ ശിഷ്യന്മാർ ഓർമ്മിച്ചെടുക്കുന്നതാണ്. അയാൾ നടന്നു പോകുമ്പോൾ പുല്ലറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാൾ നടന്നു പോകുന്നത്. കുളിച്ചു കയറുമ്പോൾ ഈ ഒരു ആളിങ്ങനെ പുഴയിൽ മുങ്ങിപ്പോയെന്ന് പുഴയും അറിഞ്ഞിട്ടില്ല. എന്നിട്ടും താൻ ജീവിച്ചിരുന്ന കാലത്തെ ആൾ മനോഹരമാക്കി. എങ്ങനെയാണ്? ആകാശത്തിലൂടെ പറന്നു പോകുന്ന കിളികൾ താഴെ തടാകത്തെ സ്പർശിക്കാതെ തടാകത്തിന്റെ അഴകിനെ വർദ്ധിപ്പിക്കുന്നത് പോലെ, ഒരു സമ്മർദ്ദവും കൊടുക്കാതെ ഒന്നിനെയും ബുദ്ധിമുട്ടിലാക്കാതെ ഈ കാൽപാദങ്ങൾക്ക് താഴെ ഞെരിഞ്ഞമരുന്ന സൂക്ഷ്മജീവികളെ കുറിച്ച് പോലും ബോധത്തിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർക്കും തങ്ങളുടെ കാലത്തെ ഭംഗിയാക്കാം. പക്ഷെ അവരാണ് തങ്ങളുടെ കാലത്തെ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമതായിട്ട് വാക്ക് റെവറൻലി എന്ന് പറഞ്ഞൊരു സംഭവം, ഇങ്ങനെ ആദരപൂർവ്വം നടക്കുക. മണ്ണിനോടും മനുഷ്യരോടും പുലർത്തേണ്ട ഒരു ആദരവുണ്ട്. മണ്ണ് ഇങ്ങനെ ചെറിയ കഥയാണോ? എന്തുമാത്രം ഗൗരവമായിട്ട് എടുക്കേണ്ട ഒന്നാ മണ്ണ്. മണ്ണിനെ കുറിച്ച് കരുതാവുന്ന ഏറ്റവും നല്ലൊരു സുവിശേഷ സൂചന അത് യേശുവിന്റെ തിരുശേഷിപ്പാ. വിശുനാടുകൾ സന്ദർശിക്കാൻ പോയ ഞങ്ങളൊരു വൈദികൻ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ചെരുപ്പ് ഉപയോഗിച്ചില്ല. അതിന് കാരണമായിട്ട് പറയുന്നത് അവിടെ വെച്ചാണ് ഒരു സെൻസ് ഓഫ് സേക്രഡ്നെസ് എന്ന് പറഞ്ഞൊരു കാര്യം അയാളുടെ ബോധത്തിലേക്ക് മിന്നിയത്. നമ്മൾ വായിച്ചു കേട്ടിട്ടില്ലേ, യേശു മരിച്ചപ്പോൾ ഇങ്ങനെ ദേവാലയത്തില് തിരശ്ശീല മുകളിൽ താഴോട്ട് കീറിപ്പോയി. ഒരിക്കല് ആ ദേവാലയത്തിലും നകത്ത് മാത്രം ഉണ്ടായിരുന്ന ദൈവിക സാന്നിധ്യം യേശുവിന്റെ മരണത്തോടുകൂടി പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ പരന്നു. അത്തരം ഒരു തിരശ്ശീല ഈ മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ പതുക്കെ കീറിപ്പോയി. അതിനു മുമ്പ് വരെ ഇയാൾ വിചാരിച്ചു നിന്നേന കാര്യങ്ങൾ മാത്രമാണ് സേക്രട്ട്. ഇപ്പോൾ ആ വിശുനാളുകൾ നടക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി യേശു നടന്ന വഴികളാണ്, യേശു വിശ്രമിച്ച അമ്പലങ്ങളാണ്, യേശു ഇങ്ങനെ കതിർമണികൾ അകത്ത് പങ്കുചേർന്ന വയലേലകളാണ്, യേശുവിന്റെ രക്തം വീണ തോട്ടമാണ്, യേശുവിന്റെ കണ്ണീര് വീണ മലയാണ്. ഇതിങ്ങനെ എല്ലായിടവും ഈ മനുഷ്യന് സേക്രട്ടായി അനുഭവപ്പെടുകയാണ്. ഫലത്തിൽ ആ മനുഷ്യൻ ചെയ്തൊരു കാര്യം, തന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റിയിട്ടാണ് പിന്നുള്ള തന്റെ സകലമാന സഞ്ചാരങ്ങൾ. ഈ ചവിട്ടുന്ന ഭൂമി ഈ സേക്രട്ട് എർത്താന്ന് പിടുത്തം കിട്ടുന്ന ഒരു ദിവസമുണ്ട്. അത് വലിയ ആഴമുള്ള ഒരു ബോധത്തിലേക്ക് നിങ്ങളെ നയിക്കും. പിന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ബാധ്യതയുണ്ട്. സേക്രട്ടായ ഏതിടങ്ങളെയും സംരക്ഷിക്കേണ്ടി വരിക, ശ്രദ്ധിക്കേണ്ടി വരിക എന്നുള്ളത് നിശ്ചയമായിട്ടും ആ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയ ഡ്യൂട്ടികളിലൊന്നാണ്. ആ അർത്ഥത്തിലാണ് പ്രപഞ്ചമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു സ്പിരിച്വാലിറ്റി രൂപപ്പെടുന്നത്. പ്രപഞ്ചത്തെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അതിൽ തന്നെ നിങ്ങളുടെ ദൈവിക സ്വഭാവത്തിന്റെയോ ദൈവിക ഉത്തരവാദിത്തിന്റെയോ ഒക്കെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിയുന്ന ദിവസം വരും. പിന്നെ മനുഷ്യനോട് പുലർത്തേണ്ടി വരുന്ന ആദരവ്, ഈ ബോഡി ലാംഗ്വേജിലൊക്കെ വരുന്നൊരു റെവറൻസ് ഉണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ അത്തരം ചില റെവറൻസ് ഇല്ലാതെ പോകുന്നതിൻ്റെ ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ സമൂഹത്തിലൊക്കെ വലിയ സോഷ്യൽ ഓഡിറ്റിങ്ങിനൊക്കെ വിധേയപ്പെട്ടിട്ടുണ്ട്. മനുഷ്യരോട് പുലർത്തേണ്ടി വരുന്ന ഒരു ആദരവുണ്ട്. ഏറ്റവും ചെറിയ കാര്യങ്ങൾക്കകത്ത് പോലും നമുക്ക് ശ്രദ്ധിച്ചു തുടങ്ങേണ്ട ബാധ്യതയുണ്ട്. ഒരു വ്യക്തി അടുക്കളയിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാന്ന് പറയുന്നൊരു ചെറിയ കാര്യമൊക്കെ പോലും ഇപ്പൊ പാലിക്കപ്പെടുന്നില്ല. ആരും ആവട്ടെ, ഈ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ സ്നേഹമുണ്ട്, ആദരവുണ്ട് എന്ന് പറയുന്നതിന് എന്താ നമ്മുടെ എക്സ്പ്രഷൻസ്. നമുക്ക് അത്തരം ചില എക്സ്പ്രഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ പലപ്പോഴും മനസ്സിലാക്കുന്നത്. അകത്തുണ്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ നീതീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു എക്സ്ക്യൂസ് ആയിട്ട് മാത്രമാണ് പലപ്പോഴും തോന്നുന്നത്. കുറെ കൂടി ഇങ്ങനെ റെസ്പെക്റ്റ് ഉള്ള ഒരു സമൂഹം രൂപപ്പെടും. റീസ്പെക്ട് എന്ന് പറഞ്ഞ വാക്കാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്. രണ്ടാം വട്ടം കാണുക. ആരെയും രണ്ടാം വട്ടം കാണുമ്പോഴേക്കും അയാൾ കടന്നുപോയ, അയാൾ സഞ്ചരിച്ച് തീർത്ത, അയാൾ അലഞ്ഞു തീർത്ത വളരെ ദീർഘമായൊരു പാത നിങ്ങൾ കാണാൻ പറ്റും. അപ്പൊ അയാളെയല്ല നിങ്ങൾ കാണുന്നത്, അയാൾക്ക് പിന്നിൽ തെളിയുന്ന ഒരു ദീർഘമായൊരു പാതയാണ്. എന്തുമാത്രം ഉലഞ്ഞൊരു മനുഷ്യൻ, എന്തുമാത്രം അലഞ്ഞൊരു മനുഷ്യൻ, എന്തുമാത്രം ചിതറിപ്പോയൊരു മനുഷ്യൻ, എന്തുമാത്രം പൊടിഞ്ഞുപോയൊരു മനുഷ്യനാണെന്ന ബോധത്തിലാണ് നിങ്ങളുടെ കൈ ഇങ്ങനെ താനെ കൂനി പോകുന്നത്. അതാണ് റെസ്പെക്ട്. അപ്പോൾ കണ്ട ചിന്തകളെ ഒന്ന് വളരെ വേഗത്തിൽ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. യാത്രകളോളം ആത്മശുദ്ധീകരണത്തിന് ഉതകുന്ന അധികം കാര്യങ്ങളൊന്നും ഭൂമി സംഭവിക്കുന്നില്ല. അപ്പോൾ അകത്തോ പുറത്തോ ഉള്ള ചെറിയ ചെറിയ സഞ്ചാരങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഒരു സുവിശേഷ സംസ്കാരമാണ്. അത്തരം എല്ലാത്തരം യാത്രകൾക്കകത്തും അവിടെ നിന്ന് വെച്ച് നീട്ടുന്ന നിർദ്ദേശങ്ങൾ, മാർഗരേഖയിൽ നിന്ന് ഒരേ ഒരു കാര്യം മാത്രം നമ്മളിങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത് കാണാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. യാത്രയ്ക്ക് പോകുമ്പോൾ പാദരക്ഷകൾ കരുതേണ്ട. എൻ്റെ പശ്ചാത്തലം ഇതാണ്. മോശയോട് പറഞ്ഞൊരു കാര്യമാണ്, നീ നിൽക്കുന്നിടം ശുദ്ധമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അയാളുടെ വംശത്തിലേക്ക് മടങ്ങി വരാനായിട്ട് അയാൾ ഈ കാലം വെച്ച് നീട്ടിയ ചില കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. മോശ തൻ്റെ വംശത്തിലേക്ക് മടങ്ങിപ്പോകുന്ന കണക്ക് സാധാരണ മനുഷ്യരിൽ നിന്ന്, അലഞ്ഞടക്കുന്ന മനുഷ്യരിൽ നിന്ന്, തെരുവുള്ള മനുഷ്യരിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എന്തൊക്കെ ഘടകങ്ങളാണ് ഈ സഭയ്ക്കും സംസ്കാരത്തിനൊക്കെ പറ്റിയിരിക്കുന്ന ഒന്ന് വീണ്ടും വിചാരം നടത്തിയാൽ നല്ലതാണ്. പിന്നെ ഒരു 3 ഓർമ്മപ്പെടുത്തലുകളാണ്.
ഒന്ന്, മെല്ലെ നടക്കുക. ജീവിതം ഇത്രയും തിടുക്കമോ തിരക്കോ അർഹിക്കുന്നില്ല. 2, സൗമ്യമായിട്ട് നടക്കുക. ഒരു തരത്തിലും ഒന്നിനു മീതെയും ഒരു സമ്മർദ്ദം കൊടുക്കാതെ ജീവിക്കുക. ബിലീവ് ഇൻ പ്രസൻസ് ആൻഡ് നോട്ട് ഇൻ പ്രഷർ. അത് പാരന്റിങ് ആയാലും ടീച്ചിങ് ആയാലും ഒരു തൊഴിലിടത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോസ് ആയാലും ഒക്കെ വെറുതെ ഓർത്തോളണം, ഈ അക്കമ്പനിമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഒന്നിനു മീതെ ഒരു സമ്മർദ്ദം ആവശ്യപ്പെടുന്നില്ല ജീവിതം. 3, ഇങ്ങനെ വോക്ക് റവറൻലി, മണ്ണിനോടും മനുഷ്യനും പുലർത്തേണ്ട ആദരവ്. പോപ്പ് ജോൺ ബോളിനെ കുറിച്ച് നിങ്ങളത് വായിച്ചു കേട്ടിട്ടുണ്ടാകും. ഈ മനുഷ്യൻ ഏതിടത്ത് ചെല്ലുമ്പോഴും ആദ്യം ചെയ്യുന്നൊരു കാര്യം നിലത്ത് കടന്നിങ്ങനെ മണ്ണിനെ ചുംബിക്കുക എന്നുള്ള. ഞാൻ വിചാരിച്ചു അദ്ദേഹം പോപ്പായതിനു ശേഷം തുടങ്ങിയ രീതിയാണെന്ന്. വിദേശ രാജ്യം സന്ദർശിക്കുമ്പോൾ സ്വീകരിച്ച രീതിയാണെന്നല്ല. തൻ്റെ ഇടവുകളിലേക്ക് പോകുമ്പോൾ ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ഇടവ് മുറ്റത്ത് വന്നിട്ട് ഇങ്ങനെ നിലത്ത് കടന്ന മണ്ണിനെ ചുംബിക്കുക. വാർദ്ധക്യത്തിലൊക്കെ ഈ മനുഷ്യൻ തീരെ വയ്യാത്തൊരു മനുഷ്യൻ ഈ മണ്ണിനെ ചുംബിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് എണീക്കാനായിട്ട് ചുറ്റിനും നിൽക്കുന്ന മനുഷ്യരുടെ സഹായത്തിന് വേണ്ടി കൈനീട്ടുന്ന കാഴ്ചയൊക്കെ എത്ര ഹൃദയസ്പർശിയായിരുന്നു. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.